ഞാൻ വിളിക്കാണ്. എന്തൊക്കെ നേരത്തെ പറഞ്ഞു? ഹലോ, നന്ദയല്ലേ സംസാരിക്കണേ? അതെ. ഓക്കെ, ഞാൻ എ റഹ്മാൻ സ്റ്റുഡിയോസ് വിളിക്കണേ. അമ്മയുടെ നമ്പർ ഞാൻ എ ആർ റഹ്മാൻ മാനേജർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മറ്റേ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ നിങ്ങൾ വരി തെറ്റി പാടുമ്പോൾ മലയാള ഭാഷയെ മൊത്തത്തില് അധിക്ഷേപിക്കുന്ന പോലെ ഒരു സാധനമാണല്ലോ അത് പൊതുവെ. അപ്പൊ ഈ വരി തെറ്റിന്റെ കുറച്ചിട്ട് ബാക്കി തന്നു. ஸ்ரீராக், நான் வந்து ராஜா சார் ஸ்டுடியோ வந்து பேசுறேன். இங்க ஆடிஷன் கொடுத்தில்லே? இல்ல சார், எனக்கு அங்க வரணும் தான். ஆனா முடியல ലീഗലി ഞാൻ ലോക്കാ. சரி, யோசி சொல்லு. சரிப்பா. സാർ വിളിച്ചു പോയി കഴിഞ്ഞാ ഏഷ്യാനെറ്റ് തൂക്കൂലെന്നെ. ഇനി എനിക്കൊരു ആക്ടിങ് ചാലഞ്ച് ഉണ്ട്. ഞാനൊരു സിറ്റുവേഷൻ പറയും. ആ സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യാന്നുള്ളത് എനിക്ക് കാണിക്കാണ്, ഐ മീൻ ഇവിടെ കാണിക്കാണ് വേണ്ടത്. അപ്പം ആദ്യം ഞാൻ നന്ദയുടെ അടുത്ത് ചോദിക്കാം. അതായത് ഞാൻ നന്ദേനെ വിളിക്കും, കോൾ ചെയ്യും. ഞാൻ ട്രിങ് എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യും. സിറ്റുവേഷൻ ഇപ്പൊ പറയണോ അല്ലെങ്കിൽ ആ സമയത്ത് ഓൺ സ്പോട്ട് മതിയോ? ഓൺ സ്പോട്ട് പോലെ. ഓക്കെ, അപ്പൊ ഞാൻ വിളിക്കാണ്. എന്തൊക്കെ നേരത്തെ പറഞ്ഞു? ട്രിങ്. ഹലോ, നന്ദയല്ലേ സംസാരിക്കണേ? അതെ. ഓക്കെ, ഞാൻ എ റഹ്മാൻ സ്റ്റുഡിയോസ് വിളിക്കണേ. ഇവിടെ എന്തോ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ, എന്തോ ഒരു ഇതിന് വേണ്ടിട്ട് ഓഡീഷൻസിന് എന്തോ? ഓക്കെ, നന്ദ ആക്ച്വലി നന്ദ റിജക്റ്റഡ് ആയി. ആക്ച്വലി നമ്മള് ഫൈനൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ഇപ്പം ചില കാര്യങ്ങൾ കൊണ്ട് നമ്മളത് റിജക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. താങ്ക് യു. നെക്സ്റ്റ് ടൈം വീണ്ടും ട്രൈ ചെയ്യാം. താങ്ക് യു ഫോർ കോളിംഗ് മീ. വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പണ്ട് എന്റെ അമ്മയുടെ നമ്പർ ഞാൻ എ ആർ റഹ്മാൻ മാനേജർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മറ്റേ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട്. പക്ഷേ ഇതൊന്നും വന്നില്ല. ഇനി അടുത്ത സിറ്റുവേഷൻ ഗോകുലിനാണ്. നീ ഒരു ഗാനമേളയ്ക്ക് ഗാനമേളയ്ക്ക് പോയിട്ട് വരി മറന്നു. അതുകൊണ്ട് അവര് വിളിച്ച് പറഞ്ഞ പൈസ തരാൻ പറ്റില്ല. അപ്പൊ നീ അവരുമായിട്ട് ബാർഗെയിൻ ചെയ്ത് നീ സെറ്റ് ആക്കണം. അതാണ് നിന്റെ സിറ്റുവേഷൻ. ഓക്കെ, അപ്പൊ നീ എന്നെ വിളിച്ചോ, എന്നിട്ട് ഞാൻ എടുത്തിട്ടാണ് പറഞ്ഞത്. നീ എന്താ പൈസ തരാത്ത ഞാൻ എടുത്ത് ചോദിക്കേണ്ടത് വിളിച്ചിട്ട്. ഹലോ, നീ എന്തിനാ വിളിട്ടെ? ഹലോ, ഹലോ, ആരായിരുന്നു? ഇത് ഞാൻ ഗോകുലായിരുന്നു. മറ്റേ ഗാനമേള ചെയ്തിട്ടുണ്ടായിരുന്നില്ല? അതെ, നിങ്ങള് പേയ്മെന്റ് ഇട്ടില്ലല്ലോ. നിങ്ങൾ ഇടാന്ന് പറഞ്ഞു. അതൊരു ചെറിയ പ്രശ്നമുണ്ട് ഗൂഗിള്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിള് പെർഫോം ചെയ്തൊക്കെ എനിക്കറിയാം. പക്ഷെ പാടിയതില് ഇങ്ങനെ കുറച്ച് എന്തൊക്കെ വരികളൊക്കെ എന്തോ മാറിയെന്നും പിന്നെ എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു എന്നൊക്കെ ഒരു ഇത് കേട്ടു. അപ്പൊ നമുക്ക് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനത്തെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് പറഞ്ഞ പൈസ തരാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ബുക്ക് ചെയ്തത് കറക്റ്റ് ഇങ്ങനെ പാടുന്ന പറഞ്ഞിട്ടാണല്ലോ. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് മോശമല്ലേ ശരിക്കും പറഞ്ഞാല്? നമ്മള് മനുഷ്യന്മാരല്ലേ, വരിയൊക്കെ തെറ്റും. അല്ല, വരി തെറ്റെന്ന് പറയുമ്പോ നിങ്ങളൊരു പ്രൊഫഷണൽ സിംഗർ ആണല്ലോ, പ്ലേബാക്ക് സിംഗർ ആണല്ലോ. അതുകൊണ്ട് അപ്പൊ നിങ്ങൾ വരി തെറ്റി പാടുമ്പോൾ മലയാള ഭാഷയെ മൊത്തത്തില് അധിക്ഷേപിക്കുന്ന പോലെ ഒരു സാധനമാണല്ലോ അത് പൊതുവെ. ഓക്കെ, അപ്പൊ ഈ വരി തെറ്റിന്റെ കുറച്ചിട്ട് ബാക്കി തന്നു. അല്ല, അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പേയ്മെന്റ് തരും എന്താണെങ്കിലും. ഞാൻ കുറെ പാട്ട് വരി ശരിയായിട്ട് പാടിയല്ലോ, അപ്പൊ അതിന്റെ കുറച്ച് തന്നു. ഒരു രണ്ട് വരിക്ക് ഒരു വരിക്ക് ഒരു 1000 രൂപ കട്ട് ആണല്ലേ? അപ്പൊ ഞാൻ ഇരുന്ന എണ്ണട്ടെ ഞാൻ മൊത്തത്തിൽ എത്ര വരെ തെറ്റിച്ചു എന്നിട്ട് നോക്കിയിട്ട് ഞാൻ ബാക്കി പൈസ നോക്കട്ടെ. പക്ഷെ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഗൂഗിള്. കാരണം ഗൂഗിള് പാടാൻ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ ഗൂഗിൾ ഇങ്ങനെയൊക്കെ പെർഫോം ചെയ്യുന്നത്. അപ്പൊ ഗൂഗിൾ അങ്ങനെ ഒരു 2 വരിക്ക് തെറ്റിച്ചാലും കൂടി നമുക്ക് ആ ഒരു ഇതാണ്. അതെ, അല്ല, ഞാൻ വരി തെറ്റിച്ച വീഡിയോ കിടപ്പുണ്ട്. നിങ്ങളത് കണ്ടിട്ടല്ലേ എന്നെ വിളിച്ചത്? കേട്ടോ? അല്ല, തെറ്റ് ചെയ്തിട്ട് ന്യായം ഇങ്ങനെ പറയുന്നതിൽ നാണക്കേട് തോന്നുന്നില്ലേ നിങ്ങൾക്ക്? തോന്നുന്നില്ല. അതാണ് പറഞ്ഞത്, തന്നെ പോലുള്ള ആൾക്കാരാണ് ഈ ഒരു ഇതിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. വില കളഞ്ഞ താങ്കളാണ്. 2000 രൂപ കുറച്ചിട്ട് അയച്ചോട്ടോ. 2 വരെ തെറ്റിച്ചിരിക്കുന്നു. ശരിയാണ്. 2 ആണെന്ന് ഞാൻ നോക്കട്ടെ. ഞാൻ നോക്കിയിട്ട് ഞാൻ കറക്റ്റ് വിളിച്ച് പറയാം. ശരി, ആയിക്കോട്ടെ. ഇനി മേലെ ഇത് ആവർത്തിക്കരുത്. ആയിക്കോട്ടെ, ഞാൻ തന്റെ ഗാനമേളക്ക് ശരി, ഓക്കെ. അടിപൊളി. അരവിന്ദിന്റെ സിറ്റുവേഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അരവിന്ദിനെ നന്ദയുടെ അമ്മയോ അച്ഛനോ
വിളിച്ചിട്ട് അരവിന്ദ് നന്ദേനെ ഇന്ന് ലേറ്റ് ആവും എന്ന് പറയാൻ വേണ്ടിയിട്ട്, അതായത് അന്നത്തെ സിറ്റുവേഷൻ ആണല്ലോ. ഷിറ്റ്. ഓക്കെ, ലേറ്റ് അല്ല, പുറത്ത് പോവാൻ വേണ്ടിട്ട് വിളിക്കുകയാണ്. അപ്പം അമ്മയും അച്ഛനും ആണ് എടുത്തിട്ടുള്ളത്. അപ്പം അമ്മ ചൂടാവുകയാണ്. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നീ പാട്ടൊക്കെ പഠിച്ചിട്ട് എന്റെ മോളെ പാട്ട് പഠിക്കാൻ സമ്മതിക്കാണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സാധനത്തില്. അപ്പൊ മൃദുലാൻഡിയുടെ വിത്ത് പെർമിഷൻ ഞങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ട്. അമ്മയുടെ ഫോട്ടോ സൈഡിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ട് നീനെ വിളിക്കുകയാണ്. ഓക്കെ, വിളിക്ക്. ഹലോ ഹലോ ഹലോ, ആരാണ്? മൃദുലാൻഡി അല്ലേ? അതെ. അരവിന്ദാണ്. എന്താ വിളിച്ച? ആന്റി, ഞാനേ ഇങ്ങനെ ഞാനും ശ്രീരാഗൊക്കെ പുറത്തുണ്ട്. അതിന് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുക. ആയിക്കോട്ടെ, അതിനെന്താ? ഇങ്ങനെയല്ലല്ലോ അവിടുന്ന് വരേണ്ടത്. ഒന്ന് നന്ദേനെ വിടാൻ പറ്റുമോ? ഞങ്ങളൊന്ന് ഭക്ഷണം കഴിച്ചിട്ട്. അല്ല, നന്ദയ്ക്കൂടെ കഴിക്കാൻ ഭക്ഷണം വീട്ടിലുണ്ടേ. ആണോ? ഞങ്ങളെല്ലാരും ഉണ്ട്, ഞാനും ശ്രീരാഗും. അത് ഞാൻ അറിയാം. അയ്യാണ്ട് ചോദിക്ക. അരവിന്ദ്, അരവിന്ദ് 2 ദിവസം കഴിഞ്ഞ ഷൂട്ടല്ലേ? നീ ഉണ്ട്, ശ്രീരാഗുണ്ട്, ഗോകുലുണ്ട്. നിങ്ങൾ 3 പേരും പാട്ടൊക്കെ പഠിച്ചോ? ഇല്ല, പഠിച്ചിട്ടില്ല എന്ന് നീ പറയും. നീ പാട്ട് പഠിച്ചില്ലെന്ന് നീ പറയും. പക്ഷെ നീ സ്റ്റേജിൽ കയറിയിട്ട് നന്നായിട്ട് പെർഫോം ഒക്കെ ചെയ്ത് 100 മാർക്കൊക്കെ മേടിച്ചിരിക്കും. നന്ദ ഇതേപോലെ ഫുൾ ടൈം ഇങ്ങനെ കറങ്ങാൻ നിന്റെ കൂടെ വന്നിട്ട് അവൾക്ക് മറ്റേ അസുഖമൊക്കെ വന്നാലോ എന്തെങ്കിലും കാര്യം കഴിഞ്ഞ് എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക്. അപ്പൊ പിന്നെ എനിക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റും? അവർക്ക് അസുഖം വന്ന ഇല്ല. പക്ഷെ ഞാൻ വിളിച്ചെന്താ വെച്ചാൽ ഞാനും ശ്രീരാഗും ഗോകുലും എല്ലാരും പുറത്തുണ്ട്. അപ്പൊ എല്ലാവർക്കും നന്ദ വരണമെന്നുണ്ട്. നന്ദനെ വിടാൻ പറ്റില്ല. അല്ല, എനിക്ക് മനസ്സിലായി നന്ദ, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ മനസ്സിലായി. പക്ഷെ ഇങ്ങനെ അവളെ എപ്പോഴും പുറത്ത് കൊണ്ടുപോയി ഇതാക്കിട്ട് എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്? കറക്റ്റ് നിന്റെ അമ്മ അല്ലേ? നല്ല ക്ഷീണുണ്ടായി കിട്ടിയിട്ട്. എന്താ ചേച്ചി എന്താ വെച്ചാ? എന്തിനാണ് എപ്പോഴും ഇങ്ങനെ പുറത്തു കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒരു ഹാബിറ്റ് എന്തിനാണ് നിങ്ങൾക്ക് എപ്പോഴും? നിന്റെ വീട്ടില് ഭക്ഷണം ഉണ്ടാക്കണില്ലേ അമ്മ? ഇല്ല ആന്റി, ഇന്ന് അമ്മയ്ക്ക് വയ്യ. എന്നൊരു കാര്യം ചെയ്തോളൂ, ഇവിടെ വന്നിട്ട് കഴിച്ചോളൂ. ഇവിടെ വന്നിട്ട് കഴിച്ചിട്ട് നിങ്ങൾ പൊക്കോളൂ. എന്നാ ശരി, ഞങ്ങൾ എല്ലാരും അങ്ങോട്ട് വരാം. ആന്റി, ഞങ്ങക്ക് എന്താ ഇവിടെ ഉള്ളത് തരും. എന്താ ഉള്ളത്? ഇവിടെ ഉള്ള ചപ്പാത്തിയും മുട്ടക്കറിയും. നന്ന വരണ്ട, ഞങ്ങൾ കഴിച്ചിട്ടു. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും അരവിന്ദിന് ഇപ്പോഴും നന്ദന്റെ അമ്മയുടെ ഒന്നും കിട്ടാറുണ്ട് അല്ലേ? ഇത്രയൊന്നും പറയണ്ടാവില്ല ആന്റി. പക്ഷെ ശരിക്കും പറയാന്ന് പറഞ്ഞിട്ട് ഇവൻ മറ്റേ ഞാൻ സംസാരിച്ച തീരാവുന്ന പ്രശ്നമൊന്നുമില്ല. ഈ സെറ്റപ്പ് പറഞ്ഞിട്ട് അമ്മ ഒന്ന് ടോൺ മാറിയപ്പോഴത്തേക്ക് ഇവൻ മറ്റേ അരവിന്ദന്റെ നീ ഹാൻഡിൽ ചെയ്തോ? ഞാൻ ഞാൻ വിചാരിക്കണേ, എനിക്ക് നന്ദനെ മുമ്പേ അറിയാം. ഞങ്ങൾ ഒരു ടീച്ചറിന്റെ അടുത്താ പഠിക്കണ പാട്ട്. അപ്പൊ ഞാൻ എന്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു സാധനം എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഞാൻ ഇവളുടെ അമ്മേനെ ഞാൻ എക്സ്പെക്ട് ചെയ്തു. ഞാനത് പറഞ്ഞില്ല, പറഞ്ഞിട്ടില്ല. അവള് തമാന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. അവള് വിളിച്ചോ എന്നാ പറഞ്ഞോണ്ടിരുന്നത്. ആണല്ലോ? ഞാൻ പറഞ്ഞില്ലായിരുന്നു നീ അമ്മേനെ വിളിക്കണ്ട, അമ്മ ചൂടാവും എന്നുള്ള സാധനം. ഞാൻ പറഞ്ഞു, സത്യമായിട്ട് ഞാൻ പറഞ്ഞു. എന്റെ മനസ്സിലുണ്ട്, ഇനി ആന്റി എങ്ങനെ ചൂടായാലും. അമ്മ ചൂടായതിൽ ഏറ്റവും ചൂടായ ഒരു ഡയലോഗ് എന്താ നിന്റെ അടുത്ത്? ചൂടൊന്നായില്ല. ഇല്ല, ചൂടൊന്നായിട്ടില്ല. ചൂടായിട്ടില്ല. അമ്മേനെ സത്യം ചൂടായിട്ടില്ല. ഞാൻ അക്ഷരം മിണ്ടില്ല കേട്ടോ, ഇവൻ സംസാരിക്കാൻ പറഞ്ഞതാ. പിന്നെ എനിക്കറിയാം ആന്റിയുടെ സംസാരം എനിക്കറിയാം. അപ്പൊ ആന്റിന് ഞാൻ ആന്റി ചില്ലായിരിക്കും വിചാരിച്ചു വിളിച്ചു. പക്ഷെ ആന്റി വേറെ എന്തോ ടെൻഷനിൽ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ വിളിച്ച്, ആന്റി ഞാനും ശ്രീരാഗും നന്ദ ഇങ്ങനെ ഹോട്ടലിലുണ്ട്, ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുക. അപ്പോ നന്ദിക്ക് ഡോക്ടറിനെ കാണണമെന്ന് പറഞ്ഞു. അപ്പോ നന്ദ ഭക്ഷണം കഴിച്ചിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ഞങ്ങൾ ഉച്ചയ്ക്ക് റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു, ലേറ്റായി. നന്ദ ഭക്ഷണം കഴിച്ചിട്ട് അപ്പൊ അപ്പുറത്തുനിന്ന് ഒരുമാതിരി അതിന് ഇതൊക്കെ എനിക്കറിയാൻ വരും. അപ്പൊ ഇതല്ലല്ലോ അവിടെ നിന്ന് വരുന്നത്. ഞാൻ പ്രതീക്ഷയുടെ റിപ്ലൈ ഇതല്ല. അപ്പൊ ഇങ്ങനത്തെ റിപ്ലൈ വന്നപ്പോ എന്റെ കയ്യിൽ നിന്ന് പോയി. അപ്പൊ ഞാൻ ഈ തെണ്ടിയാണ് പറഞ്ഞത് അമ്മ ആന്റിനെ വിളിക്കാൻ, എന്നെ മോട്ടിവേറ്റ് ചെയ്തതിനാ. എന്നാ തെണ്ടി അല്ലാത്ത തെണ്ടി ഒരു ചീത്ത വാക്കല്ല, അത് കോമൺ ആടാ. നമുക്ക് അപ്പൊ ഇവനാണ് എന്നെ പ്രേരിപ്പിച്ചത് ആന്റിനെ വിളിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വിളിച്ചു കഴിഞ്ഞ അവസരം ടോൺ ഞാൻ പ്രതീക്ഷിച്ച റിപ്ലൈ വന്നില്ല. അപ്പൊ ഞാൻ അതെ അല്ലെ ശ്രീരാഗെ ഇങ്ങനെ വിളിപ്പോ എന്തോന്നും പറഞ്ഞ സാധനമായി. അപ്പോഴാണ് കയ്യിൽ പോയത്. ടിഷ്യൂ ഒക്കെ എടുത്തിട്ട് വേറെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അന്ന് ഞാനില്ല. അപ്പൊ നന്ദ നമ്മൾ ഉദ്ദേശിക്കുന്ന ഞാൻ പറയും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സമയത്തില്ല, ഞാൻ എവിടെയോ പോയി. അപ്പൊ ഇതിന്റെ മെയിൻ ഐഡിയ വന്നത് ശ്രീരാഗിന്റെ അടുത്തുനിന്നാണ്. ഇവൻ എന്റെ തലയിലേക്ക് ഇടാൻ നോക്കും,
പക്ഷെ അങ്ങനല്ല. എന്നിട്ട് നന്ദ ഇവരോട് എന്തോ ചീത്ത പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. അപ്പൊ ഇവർക്ക് ഭയങ്കര ഫീലായി. നന്ദ പറഞ്ഞു നിങ്ങളെ ഞാൻ ഇങ്ങനെയല്ല കണ്ട, എന്തോ പേഴ്സണൽ ആയിട്ട് എന്തോ കാര്യമൊക്കെ പറഞ്ഞു, അങ്ങനെ എന്തോ പറഞ്ഞില്ലേ. എന്നിട്ട് നന്ദ കലിപ്പായിട്ട് പോയി ഹോസ്പിറ്റലിൽ പോയി. ഇവന്മാര് ഇങ്ങനെ നിന്ന്. ഷൂട്ട് ഉണ്ടായിരുന്നു. അടുത്ത ദിവസം ഷൂട്ടിന് ഞാൻ വന്നപ്പം അപ്പൊ എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി, ഇവര് തമ്മിൽ എന്തോ. അപ്പൊ ഞാൻ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അറിയാതെ അവിടെ കയറിച്ചില്ല. അപ്പൊ എന്നോട് അരവിന്ദ് ഇങ്ങനെ കളിച്ചിട്ട് എന്റെ അടുത്ത് വന്നിട്ട് നീ നന്ദേനെ വലിയ മൈൻഡ് ഒന്നും ചെയ്യാൻ സംസാരിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് പേരിപ്പിച്ചു. അത് സംഭവം ആയിരിക്കും. അത് അവൻ പറഞ്ഞു കാണും അരവിന്ദിനോട്. അപ്പൊ അരവിന്ദ് എന്നോട് പറഞ്ഞു എടാ നന്ദയോട് ഇങ്ങനെ ഒന്നും പറയണ്ട, മിണ്ടണ്ട, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അതുകൊണ്ട് അവളോട് വലിയ മൈൻഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് മൈൻഡ് ചെയ്യുന്നില്ല. മിണ്ടാത്ത എന്നൊക്കെ പറഞ്ഞ് നന്ദി ഇങ്ങനെ അടുത്തടുത്ത് വരുന്ന എന്തൊക്കെ ടോപ്പിക്ക് സംസാരിക്കാൻ വരുമ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറും. അവസാനം മിണ്ടി. അവസാനം ഇവര് തന്നെ ഞങ്ങൾ നിന്റെ അടുത്ത് ടഫ് ഇട്ടിരിക്കുന്നു. ഞങ്ങൾ രാവിലെ തൊട്ട് നിന്റെ അടുത്ത് നല്ല വിഷമം ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്തത് ശ്രീരാഗിനുള്ള സിറ്റുവേഷൻ ആണ്. അതായത് സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. സ്റ്റാർസിംഗ് സീസൺ 9 ഗ്രാൻഡ് ഫിനാലെ നടക്കണം അന്ന്. ഓക്കെ, പക്ഷെ നിനക്കൊരു കോള് വന്നു രാജാ സാറിന്റെ അടുത്ത്. ഫിനാലയുടെ അന്ന് അവിടെ നിനക്കൊരു റെക്കോർഡിംഗ് ഉണ്ട്. നിന്നെ ഫസ്റ്റ് ടൈം വിളിക്കാണ് മൂപ്പര്. അപ്പൊ ഞാൻ വിളിച്ചിട്ട് ഞാൻ പറയുമ്പോ നീ എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. ചെയ്യാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പറ്റില്ലല്ലോ പോവാൻ. ഇവിടെ എഗ്രിമെന്റ് സാധനമൊക്കെ ഇല്ലേ, സാറ് വിളിച്ചു പോയി കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് തൂക്കില്ല എന്നെ. ഞാൻ വിളിക്കാം. തമിഴില് പറയണേ. എനിക്ക് എല്ലാ വർഷം പറയാൻ പറ്റുമല്ലോ. ஹலோ ஸ்ரீராக் தானே? ஆமா ஸ்ரீராக். ஓகே ஸ்ரீராக், நான் வந்து ராஜா சார் ஸ்டுடியோ வந்து பேசுறேன். ஓ சார், இங்க ஆடிஷன் கொடுத்தில்லே? கொடுத்தில்லே? ஆமா ஆமா ஆமா. சோ 25th வந்து ரெக்கார்டிங் இருக்கு. இங்க வர முடியுமா சார்? 25th வந்து நான் இப்போ ஒரு ரியாலிட்டி ஷோல பார்ட்டிசிபேட் பண்ணிட்டு சரி. அதோட ஃபினாலே வந்து 25th தான். ஸோ எனக்கு அங்கே கொஞ்சம் கேட்கணுமா? ஆமாம் ஆமாம். டைம் இல்லையே. என்ன பண்றது, எனக்கு சடனா ஒரு ரிப்ளை வேணும். ஆனா ஆமா, நான் ஆடிஷன் வந்து ஒரே பசங்க இருக்கறனால நான் இப்போ ரிப்ளை ஓகே சரி. இது வந்து ஒரு பிக் சான்ஸ் ஸ்ரீராக், மிஸ் பண்ணாத. ரியாலிட்டி ஷோ எல்லாமே அங்கே இருக்கும், இனியும் இருக்கும். പക്ഷേ ஆனா ராஜா சார் பாட்டு ஸ்ரீராக் இல்ல சார், எனக்கு அங்க வரணும் தான். ஆனா முடியல லீகலி. சரி யோசி சொல்லு. சரி சரி சரி. താങ്ക് യു ആലേസ്. ശരിക്കും ചെയ്യാൻ പറ്റില്ല ഫിനാലിക്ക്. വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞോ. പിന്നെ അവരുടെ ടാലന്റ് ശരിക്കും ഇഷ്ടപ്പെട്ട് വിളിക്കുകയാണെങ്കിൽ അവർ ഒരു ദിവസമൊക്കെ വെയിറ്റ് ചെയ്യും. ഓ മാൻ, അല്ല പിന്നെ വേറെ വഴിയില്ല. വേറെ വഴിയില്ലാന്നുണ്ടെങ്കിൽ ഞാൻ മുങ്ങും. വേറെ വഴിയില്ലെങ്കിൽ മുങ്ങും. അവിടെ പാട്ടുമായിട്ട് പിന്നെ ഇവിടെ കേസ് വന്നാലും കുഴപ്പമില്ല. രാജാ സാർ നോക്കിക്കോളൂ. എന്നാലും നമ്മുടെ ഒരു ആഗ്രഹമല്ല, ഇനി വന്നില്ലെങ്കിലോ പറ്റട്ടോ അങ്ങനെ. പക്ഷെ ഇങ്ങനെ മുങ്ങിയിട്ടൊന്നല്ല, നല്ല രീതിക്ക് തന്നെ പറ്റട്ടെ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി ഉണ്ട് എന്തൊക്കെയോ, പക്ഷെ പറഞ്ഞ പോലെ തന്നെ കുറെ നേരം നമ്മൾ സംസാരിക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ ഇനിയും കൂടുതൽ ചോദിക്കണ്ട, ഇനി നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ ഒക്കെ നമുക്ക് എടുക്കാം. അപ്പം എൻ്റെ ചാലഞ്ചുകളും കഴിഞ്ഞു, ക്വസ്റ്റ്യൻസും കഴിഞ്ഞു. ഇനി അടുത്തായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മുടെ സ്റ്റാർ സിംഗറിന്റെ ഫിനാലെ ഒക്കെയാണ് ഇനി വരാൻ പോണത്. 10 എന്നുള്ളത് 5 ആവും, അതിൽ നിന്ന് ഒരാളാവും. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളുടെ ഏറ്റവും നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റട്ടെ. ഇനി ഇത് കഴിഞ്ഞിട്ടും നിങ്ങളിങ്ങനെ കാണണം. ഞാൻ നല്ല എല്ലാവരും ഇത് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ നിർത്തലോ അതെന്താണെങ്കിലും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും അങ്ങനെയല്ല, നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക.
നമ്മുടെ ഒക്കെ ആഗ്രഹം അതാണ് നിങ്ങൾ എന്താ പറയുക നല്ല നിലനിൽത്ത് എന്നിട്ട് പിന്നെ ഇതേപോലെ തന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് വേറൊരു റിയാലിറ്റി ഷോ വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ജഡ്ജായിട്ട് ഇരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും വലിയ അവാർഡൊക്കെ കിട്ടിയിട്ട് ഇതേപോലെ അന്ന് ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യാനായിരിക്കും ചിലപ്പോൾ ഇരിക്കുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഭാഗ്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവട്ടെ. അന്ന് വർഷ ചേച്ചി കുറച്ചും കൂടെ പക്ഷെ എന്താണെങ്കിലും ഞാൻ അന്ന് നിങ്ങളെ ഇന്റർവ്യൂ എടുക്കും. ഞാൻ എന്തിനാ ആവശ്യം വെറുതെ ഓരോന്ന് പറഞ്ഞു. ചുവടുകളിൽ അടവുകളുടെ ചുടുപാകിടകളുള്ള ഗുരുപരമിനി അതിനരുളണമേ. തലങ്ങും വിലങ്ങും കുരുങ്ങി പരുങ്ങി ഈ മരപടയും ഞാനിതിരല്ലടപോ കുന്നും മേലഞ്ചാറിട്ടില്ലത്തിൽ ഒരു കടലുകൾ കുന്നിത്തൈ വെച്ചാരണോ ആ കുന്നിത്തൈ മേലെ അന്നണ്ടിക്കിടയിലിടക്കൽ കഴിച്ചു ചിന്നപ്പം മാങ്ങാപ്പഴം തൊലിയൊരു തൊലിയടിയിലൊരിടി കുഴവി ഡി അമ്മ ഹൊയ് ഹൊയ് കുഴവയിൽ 70 കിഴവികൾ അഴകൊണ്ട് ചറപറ ഇടിയോ പിടിച്ചു വലിച്ചു തൊഴിച്ചു കറിക്കും നോറുക്കും ചേറുക്ക ഭാഗ്യം പറ്റില്ല. പൈസല്ലേ ഓക്കെ, അടിപൊളി. തുറന്ന് പറയണേ. യെസ്.